പ്രാങ്ക് മേലെന്ന് ഗൈസ് ഇത് നമുക്ക് അടിയിൽ സെക്യൂരിറ്റി ഓഫീസ് വരെ കൊണ്ടു കൊടുക്കണം. കുറേ പ്രശ്നങ്ങളാണ് അവിടെ. അപ്പോൾ ഓക്കെ ശരി. ഇതുണ്ടോ തേങ്ങ ചമ്മന്തി ഞാൻ നേരത്തെ പറഞ്ഞത്? പൊട്ടണ. അപ്പോൾ നിങ്ങൾ നല്ലൊരു ചിരി ഇരിച്ചോളൂ, ഒന്ന് ചിരിച്ചോളൂ. 1 മുതൽ 10 വരെ പഠിച്ചിരുന്നു, പക്ഷേ നിങ്ങളെ കൂടെ അല്ലാന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ ഓർമ്മ വരുന്നു. ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീപ്പൊരി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. വളരെ അടിപൊളിയായിരിക്കും ഇന്നത്തെ വീഡിയോ വരിക. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. ഇന്നലത്തെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. സംഭവം ഞാൻ ഇന്നലെ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അധികവും പബ്ലിക് വീഡിയോസ് എഡിറ്റ് ചെയ്യലില്ല. ഫുൾ ഒറ്റ ഷൂട്ടാണ്, തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റയടിക്ക് എടുക്കലാണ്. നേരെ വീഡിയോ പോസ്റ്റിങ് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ ഇടയിൽ കൂടെ എന്തൊക്കെയോ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റെയിൻഡേഴ്സുകൾ എടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. ഗൈസ് നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? അഞ്ജുഷ. അഭിരാമി. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു കിസ് പരമായിട്ടാണ്. തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു ജീവിയുണ്ട്. ആ ജീവി ഏതാ പറയാൻ പറ്റുമോ? അതെ, ആന. ഇനി നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഉണ്ട്, അതേതാ? അതെ, യെസ് പറയൂ. കിട്ടോ? ക്ലൂ ഇല്ല. അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ നിങ്ങളത് റെഡി ആൻസറാണ്. കറക്റ്റാ, ജെംസ് ആണ്. ഓക്കെ, ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എവിടെ പഠിക്കുന്നേ? പഠിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആൻസർ ആനയാണ്. ഓക്കെ ബൈ. അപ്പോൾ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? സിയ. ഏശാന. ലൈശാന. ഓക്കെ, നൈസ് നെയിം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ ഒരു പച്ചക്കറി ഉണ്ട്, അതേതാണ്? അതെ, തേങ്ങ. ഓക്കെ, പിന്നെ അറിയില്ല. അപ്പോൾ തേങ്ങ റോങ് ആൻസർ. ആൻസർ എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ. ഓക്കെ, ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, പേരെന്താ? ആദിത്യ. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റുപ്പിഡ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്, അതേതാണ്? അറിയില്ല. ഓക്കെ, എന്നാൽ ക്യാമറ നോക്കി രായി പറഞ്ഞു. ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? അർച്ചന. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു കിസ്സാണ്. ഓക്കെ, സ്റ്റുപ്പിഡ് ബോർഡ് എന്ന് പറഞ്ഞ പക്ഷി ഏതാണ്? സ്റ്റുപ്പിഡ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്, അതേതാണ്? ചെതലക്കിളി. ഓക്കെ, പിന്നെ അറിയില്ല. പിന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി രായി പറഞ്ഞു. ഓക്കെ ബൈ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇന്ന് തീപ്പൊരി ക്വസ്റ്റ്യൻസാണ് ചോദിക്കാം. തീപ്പൊരി ഒരു കുട്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഗിഫ്റ്റ് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. മഞ്ചല്ല, ജെംസ്. വളരെ ചെറിയൊരു രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റൊക്കെ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങി വരുന്ന ഒരു സ്റ്റാർട്ടിങ് അല്ലേ, അതാണ്. അപ്പോൾ ഇനി ആരൊക്കെ ഉണ്ടാവും നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? സെബിന. നിത. പവിത്ര. ഓക്കെ, എൻ്റെ കുസൃതി ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഒരാൾ ദോശ ചുടുവായിരുന്നു, പെട്ടെന്ന് ദോശ പറന്നുപോയി, കാരണം എന്താ? പേരച്ചൂട്ടിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ. പ്ലെയിൻ ദോശ. ഓക്കെ, പേരെന്താ പറഞ്ഞേ? നിത. കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇനി ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ,
ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം ഞാൻ നിങ്ങളുടെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ 1 മുതൽ 10 വരെ പഠിച്ചിരുന്നു. പക്ഷേ നിങ്ങളെ കൂടെ അല്ലാന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ ഓർമ്മ വരുന്നത്. തിരക്കുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്നാലും നമുക്കില്ലേ ഒരു ട്രിപ്പ് പോയി വന്നാലോ? പോട്ടല്ലേ? എന്നാലല്ലേ ഒരു മിനിറ്റ്, ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു പ്രാങ്കായിരുന്നു, കുത്തിക്കാളും. ഓക്കെ, ബൈ. എന്താണെന്ന് വെച്ചാൽ ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. പോലും അറിയാണ്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരാളിപ്പോൾ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പേരെ സ്റ്റെക്കായി പോവാ. ഗൈസ്, നമുക്കൊരു പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്തേനു? നിവേദ്യ, അവന്തിക. ഇന്ത്യയുടെ ദേശീയ ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൻ്റെ പേരെന്താ? യെസ്, ഒരു കിസ്സാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൻ്റെ പേരെന്താ? അറിയില്ല? ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ശാഖ കലണ്ടർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, കുത്തിക്കാളും. ഓക്കെ, നെക്സ്റ്റ് ടൈം നോക്കാം. ഓക്കെ, ബൈ. ഗൈസ്, മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. പ്രാങ്കും ക്വസ്റ്റ്യൻസും എല്ലാം പാടെ മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. പബ്ലിക് റിയാക്ഷൻസ് വരെ ഉണ്ടാവും. ആൾക്കാരിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടാവും ക്യാമറയിലേക്ക്, എന്താ സംഭവം എന്നൊക്കെ ആൾക്കാർക്ക് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് ആരായി വ്ളോഗ് എടുത്ത് പോകുന്നത് ആർക്കും അറിയില്ലല്ലോ. നമ്മളറിയണത് ഒരാളത് അവിടെ. ലെഫ്റ്റ് അടിക്കില്ല, നമ്മളത് ഇത് ഗൂഗിളിൽ കാട്ടി ഇങ്ങോട്ടൊക്കെ കാട്ടുന്നത്. അപ്പൊ ആ ഗ്ലാമറൊക്കെ പോയി ആണ്. ലെഫ്റ്റ് അടിക്കണോ? ഗൈസ്, ഈ മൂപ്പരെ ഒന്ന് എഡിറ്റ്, ആരെങ്കിലും വലിയ ആൾക്കാരൊക്കെ എഡിറ്റിന്റെ ആള് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഈ മുടി ഇങ്ങോട്ടേക്ക് ആക്കിക്കോളും, പ്രശ്നമില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു ചിരി ഇരിച്ചോളൂ. ഒന്ന് ചിരിച്ചോളൂ, ഒന്ന് പുഞ്ചിരിക്കൂ. ഇനി ചിരിക്കണം. ആ മതി. ചോദ്യങ്ങളുണ്ട്, വേണോ? നോക്കട്ടെ, എന്താ ചോദ്യം? സ്റ്റുപ്പിഡ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്. സ്റ്റുപ്പിഡ് ബോർഡ്? അതെ, അത് ഏതാണ് ആ പക്ഷി? ചോദ്യം അല്ല, കിസ്. അത് രാജ്യം പറയാം. രാജ്യം പറയാം. രാജ്യം അത് ഇവിടെ ഇന്ത്യയിലൊക്കെ തന്നെ ഉണ്ട്. ഇന്ത്യയിലല്ല, അങ്ങനത്തെ ഒരു പക്ഷി ഉണ്ടോ? അതിന്റെ ഒരു മലയാളം നിങ്ങൾക്ക് വേഗം കിട്ടും. ഇംഗ്ലീഷിലാണ് അങ്ങനെ പറയാ. ബോർഡ്. അതെ, പറയൂ. അല്ല, അതല്ല. വിദേശ പക്ഷി അതുമല്ല. മയിലാണോ? മയില്? മോനെ, ഓറഞ്ച് എന്താ വില? ഓറഞ്ച് 80, കിലോ 80. നമ്മൾ ഓറഞ്ചൊക്കെ ഒന്ന് എടുത്താൽ. ഓക്കെ, മയിലല്ല, താറാവാണ്. അതിന്റെ പറച്ചന. ഓക്കെ, എന്നായിക്കോട്ടെ. പിന്നെ പറഞ്ഞാൽ ഞാൻ രമേശ എടുത്ത് 5 മണിക്ക്. ഓക്കെ, ബൈ. ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ആൾക്കാരെ കൊണ്ടുവരാം. ഗൈസ്, ഇപ്പം നിങ്ങൾ ക്യാമറയിൽ കണ്ടത് നമ്മളെ മെയിൻ ആൾക്കാരാണ്. ഇവിടെ സിറ്റി മൊത്തം ഭരിക്കുന്ന ടീമാണ്. അപ്പോൾ അവരെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആൾക്കാരെ കൊണ്ടുവരാം. ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ പരിപാടി ഉണ്ട്. ഇവിടെ ചെയ്ത് നോക്കാം, നമുക്കൊരു പ്രാങ്ക് ചെയ്ത് നോക്കാം. അച്ഛനെ, എനിക്ക് തേങ്ങ ചമ്മന്തി വെച്ചിട്ട് ഒരു ഇത് വേണേനു. തേങ്ങ ചമ്മന്തി ഫേവറേറ്റ് ആയിട്ട്. അത് തേങ്ങ ചമ്മന്തി ഇല്ല. ഇതുണ്ടോ? ചക്കരച്ചോറുണ്ടോ? ചക്കരച്ചോറ് ഇതുണ്ടോ? മറ്റേ മഞ്ഞളൊക്കെ ഇട്ട് വെക്കണേ, അതുമില്ല. എന്താ ഇവിടെ ഉള്ളത്? ഐസ്ക്രീം. ഞാൻ പറഞ്ഞത് ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ്. ശർക്കര ഉപ്പിട്ട് വെച്ചത്. അതില്ല. ഇതെങ്ങനെയാണ്? ഇത് ഇങ്ങനെ കറക്കണോ? ഒന്ന് കറക്കോ? ശർക്കര ഉപ്പിട്ട് വെച്ചില്ല. എന്താ ബ്രോ? എൻ്റെ ഫേവറേറ്റ് ആണ് ശർക്കര ഉപ്പിട്ട് വെച്ചത്. അതെ. അല്ലെങ്കിൽ ഇതുണ്ടോ തേങ്ങ ചമ്മന്തി? ഞാൻ നേരത്തെ പറഞ്ഞത് അതില്ല. പേരെന്താ? ഐസ് ബ്രോ ഭയങ്കര ബിസിയിലാണ്. എന്താ ബ്രോന്റെ പേരെന്താ? ദയാൽ.
അപ്പോൾ കച്ചവടം ഒന്നും നടക്കട്ടെ, ഇതൊരു പ്രാങ്കാണ്. ഓക്കെ ശരി, ബൈ. ഇത് ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഐസ്ക്രീം എങ്ങനെ, ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടി നോക്കിക്കാൾ കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ നോക്ക്, കഴിക്കൂ, ഒന്ന് പുഞ്ചിരിക്കൂ, മതി. ഗൈസ് നമ്മളിപ്പോൾ കാലിക്കറ്റുള്ള ഫോക്കസ് മാളിൻ്റെ ഉള്ളിലുള്ളത്. അവിടുത്തെ കാഴ്ചകളാണെങ്കിൽ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. ഇതാണ് നമ്മളെ കാലിക്കറ്റ് ഫോക്കസ് മാൾ. എത്ര തട്ടാന്ന് വെച്ചാൽ 1 2 3 4 തട്ട് ഫോക്കസ് മാൾ. ഫുൾ എന്തൊക്കെ തൂക്കിയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഈ ക്രിസ്മസിൻ്റെ മാതിരി എന്തൊക്കെയോ ലൈറ്റ് വളരെ അതിമനോഹരമായിരിക്കുന്നു. ഗൈസ് ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഹായ്, പേരെന്താ? റെന. പേരെന്താ? റിൻഷ. ഞാൻ കുറേ നേരം നിങ്ങൾ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നതാ. സമ്മതമാണോ? ഓക്കെ. ഇന്ത്യയുടെ ദേശീയ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ പേരെന്താണെന്നറിയോ? മലയാളത്തിൽ ആൽമരം. അറിയില്ല. ഓക്കെ. മാവ്. ഓക്കെ. പിന്നെ അറിയില്ല. വായ. ഓക്കെ. ആൽമരമാണ്. ഓക്കെ, ആൽമരമാണ്. ഓക്കെ. അപ്പോൾ മാവ്, പിന്നെ ഏതാണ് പറഞ്ഞിന്? വായ, പിന്നെ ഏതാ പറഞ്ഞിന്? അതന്നെ. അപ്പോൾ ആൽമരത്തിനുള്ള ഗിഫ്റ്റ് ഇതാ. ഓക്കെ. ഓക്കെ, ഇനി ക്യാമറ നോക്കിയാൽ ആയി പറഞ്ഞോളൂ. ഗൈസ് നമുക്കിത് അവിടെ ഒരു അത്തർ വീഡിയോ കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ജസ്റ്റ് പ്രാങ്ക് നടത്തി നോക്കാം. ഓരൊക്കെ അത് അവിടെ ഉണ്ട്. അപ്പോൾ അത്തറാണല്ലേ? ആണ്. ഇതെങ്ങനെയാണ്? ഇത് മൊത്തത്തിൽ കരാറാക്കി ഏറ്റെടുക്കുമോ? ഒരു കല്യാണ പരിപാടി ഉണ്ട്. ആ, മൊത്തത്തിൽ എത്ര വരും? ഒരു കല്യാണം, എൻ്റെ മാമൻ്റെ മോളുണ്ട്. അവിടേക്ക് ഒരു അത്തറിൻ്റെ ഒരു ഓർഡർ എനിക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നേരെ എൻ്റെ ലോറിയൊക്കെ അടിയിൽ സൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ, അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് എനിക്ക് കല്യാണപ്പുര മൊത്തം മണത്ത് ഫുള്ള്. മനസ്സിലായില്ലേ? സീരിയസ്. ആ, 08 നോക്കട്ടെ. ഓക്കെ. 08 കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒന്ന് അടിച്ചോളൂ ഗൈസ്. 08 ആണ്. 08 പോരാ, ഒന്നുകൂടി ഡബിൾ വേണം. നമ്മൾ ഈ കല്യാണം ഇങ്ങനെ കത്തണം. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മാമൻ്റെ മോളാണ്. മാമൻ്റെ ഈ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ വരുമ്പോൾ ഏത് കാറിന്ന് ഇറങ്ങുമ്പോഴേ ഈ പ്രദേശം മൊത്തം ഇങ്ങനെ കറങ്ങി മണത്ത്. മുല്ലപ്പൂ ഏതാ നോക്കട്ടെ? മുല്ലപ്പൂ പറയുമ്പോൾ ഏതിന്? മുല്ലപ്പൂ വെച്ചിട്ട് ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ഇതാണോ? മുല്ലപ്പൂവിൻ്റെ പാട്ട് നിങ്ങളെ കണ്ടപ്പോൾ മറന്നുപോയി. ഇത് നമുക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലോ? എങ്ങനെ? പ്രശ്നമില്ലല്ലോ. ഓക്കെ. ആണ്. ആണല്ലേ? ഇത് നമുക്ക് ഇത്രേ ഉള്ളൂ. സാധനം ഇത്രേ വരുന്നുള്ളൂ. ഇനിയുണ്ടോ? ലോഡ് ഉണ്ടോ? സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്താണ്? നമ്മൾ ഈ എന്താ സ്പെറ്റർ പെർഫ്യൂം? എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. സെറേ പെർഫ്യൂം. നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ആണല്ലേ ഗൈസ്? ഒരു സെറേ പെർഫ്യൂമിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ എന്നാൽ സെയിൽസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്തെത്തിയിട്ട് ഇങ്ങനെ ഒരു ഇന്നെക്കൊണ്ട് പറ്റണ മാതിരി പ്രാങ്ക് ചെയ്ത് പോണ ചാനലാണ്. ക്യാമറ അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി രായ് പറഞ്ഞോളൂ. പൊട്ടണാ? ഓക്കെ ശരി, ബൈ. ഇനി നമ്മൾ നേരെ മേലേക്ക് കയറാൻ പോവാം. ഫോക്കസ് മാൾ മൊത്തം ഒന്ന് അടിപൊളിയാക്കും. പ്രാങ്കും ക്വസ്റ്റ്യൻസും എല്ലാം മിക്സാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇതവിടെ തന്നെ നമ്മൾ ഒരു പ്രാങ്ക് ഇറക്കാം. ഇതവിടെ തന്നെ ഉണ്ട്. ഹലോ, എന്താ ഇവിടെ ഓടി കളിക്കുന്നത്?
എന്താ അവിടെ ഓടി കളിക്കുന്നത്? കുറേ നേരമായില്ലേ? നമുക്ക് വീട്ടിൽ പോവാം. എൻ്റെ വീട്ടിലേക്ക്. എന്താ പേരെന്താ പറഞ്ഞേ? നാഫിയ. KP ആണോ? KP അല്ലല്ലേ? ഓക്കെ, സോറി, ആള് മാറി. ഓക്കെ, ബൈ. ആള് മാറിപ്പോയതാ കേട്ടോ. ഓക്കെ, ബൈ. ഇതില്ലേ ജസ്റ്റ് ഒരു മിനിറ്റ് പറയില്ലേ? ഒരു മിനിറ്റ്. ഇതൊരു പ്രാങ്കായിരുന്നു. പ്രാങ്ക്. ഓക്കെ, ഇതൊരു പ്രാങ്കായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫോക്കസ് മാളിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട് ഒരു പെർമിഷൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെർമിഷൻ നമ്മൾ എടുത്ത് ഇനി നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ആദ്യം പെർമിഷൻ പോയി എടുക്കണം. ഗൈസ്, ഇവിടെ ഉള്ള ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരായിട്ട് വരും ഫോക്കസ് മാളിൻ്റെ? ഞാൻ അവിടെ വർക്ക് ചെയ്യല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി, ബൈ. വ്ളോഗിൽ കാണാം. ഗൈസ്, ഇവിടെ മൊത്തം ഫാൻസാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മാളിൽ ആരൊക്കെ കയറുകയാണെങ്കിലും പെർമിഷൻ ആദ്യം എടുത്തിട്ട് വേണം വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം. എൻ്റെ മാതിരി ആവരുത്. ഞാൻ ഇത് അറിയാണ്ടായിപ്പോയതാണ്. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു മേലെ നിന്ന്. ഗൈസ്, ഇത് നമുക്ക് അടിയിൽ സെക്യൂരിറ്റി ഓഫീസ് വരെ കൊണ്ടു കൊടുക്കണം. കുറേ പ്രശ്നങ്ങളാണ് അവിടെ. അപ്പോൾ ഓക്കെ, ശരി ഗൈസ്. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ വ്ളോഗ് തുടരാം. 3 മണി വരെ ടൈമുണ്ട്. ഇപ്പോൾ 2:45 ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം. അപ്പോൾ ഇനി നമുക്ക് തുടരാം വ്ളോഗ്. അപ്പോൾ അതായിരുന്നു ഇപ്പോൾ ഇതുവരെ ഒരു വിഷയം നിങ്ങൾ കണ്ടത്. നമ്മളെ സെക്യൂരിറ്റി മാഡം മുകളിലുണ്ട്. അത് ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലേക്ക് നമുക്ക് പോകണം ഗൈസ്. ആദ്യം നമുക്ക് സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു ആയൊക്കെ പറയിപ്പിക്കാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോവാം. പിന്നെ ഇവിടുന്ന് അധിക കാഴ്ചകളൊന്നും ഇല്ല. അപ്പോൾ ഇത്ര തന്നെ. ഇവിടെ കാലിക്കറ്റ് ഫോക്കസ് മാളാണ് നിങ്ങൾ പിന്നെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ മൊത്തം ഒരു തമാശ രീതിയിലാണ് എൻ്റെ വ്ളോഗ് വരിക. അപ്പോൾ നമുക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ പോയിട്ട് പറയാം. ഓക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേരെന്താ? ഷാജിദ. അപ്പോൾ എന്നാൽ ഞാൻ പുറത്തേക്ക് പോവാം. ഓക്കെ, 3 മണി വരെ ഉണ്ട്. പക്ഷേ എനിക്ക് പുറത്തുനിന്നും എടുക്കണേ, എല്ലാം പാടെ മിക്സ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, ശരി. എടുത്തു. എന്തൊക്കെയുണ്ട് ഇവിടെ ഗൈസ്? ഇവിടെ കളർ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഓരോ കളർ മീൻ കാലിനൊക്കെ ഇങ്ങനെ കുത്തിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഫോക്കസ് മാളിലുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ റേറ്റ് എത്ര വരുന്നത്? 100 റുപ്പീസ് അല്ലേ ഗൈസ്? ടെമ്പററി ടാറ്റു ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ. ഓക്കെ, കളർ ടാറ്റു ഉണ്ട്. പിന്നെ ആണല്ലേ ഗൈസ്? ഫോക്കസ് മാളിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്നാലും വ്ളോഗിൽ വെച്ച് കാണാം. ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഓക്കെ, ബായ് ഗൈസ്. അങ്ങനെ ഫോക്കസ് മാളിൽ നമ്മൾ വിട പറയാണ്. ഫ്രീ പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോവാം. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗം മൊത്തം ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കാം. നമ്മൾ അത്തറിൻ്റെ സ്ഥലം ഇതാ. ഇവിടെ നിന്നാണ് നമ്മൾ അത്തറിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ അത്തറിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാങ്കായിരുന്നു കേട്ടോ. ഓക്കെ, ശരി. പേരെന്താ? സാൻഡ്ര. ഓക്കെ, ശരി, കാണാം ഗൈസ്. നമുക്ക് സെക്യൂരിറ്റിക്ക് വ്ളോഗിൽ വരണമെന്നാണ് പറയുന്നത്. പേരെന്താ? സുജാത. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു? 1.5 വർഷമായി. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ, അപ്പോൾ വ്ളോഗിൽ വെച്ച് കാണാം. ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തം കളറാണ്. ഇത് നമുക്ക് ബോഡി മസാജ് ചെയ്യുന്ന സംഭവമാണ്. ഫുള്ള് അടിപൊളിയാണ്. ഓരോരുത്തർ ഇത് അവിടെ നിന്ന് ഇങ്ങനെ മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് അടിപൊളിയാണ് ഗൈസ്. അങ്ങനെയാണ്. ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കാം. ഇവിടുന്നാണ് ഐസ്ക്രീമിൻ്റെ പ്രാങ്ക് വന്നീന്. അപ്പോൾ
ശരി കാണാം. എന്തായിരുന്നു ചാനലിന്റെ പേര്? അനസ് വ്ളോഗ് 21. ഒക്കെ ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ മനസ്സിലായി. ഓക്കെ അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഇവിടെ കിഡ്സുകൾക്ക് കളിക്കാൻ പറ്റിയ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വേണമെങ്കിലും റൗണ്ട് അടിച്ച് ഓടിച്ച് കളിക്കാം. അതിനുള്ള ചാർജ് ഇവിടെ നിന്ന് പറയും. ഇവിടെ എങ്ങനെ ചാർജ് എങ്ങനെ വരുന്നത്? 3 റൗണ്ട് കൊടുക്കുന്നത് 120 3 റൗണ്ടിന്. ഓക്കെ ഗൈസ്, ഇതൊരു 3 റൗണ്ട് ഇവിടുന്ന് മാളിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കൂലേ, ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം. ഓക്കെ അപ്പോൾ ഉഷാറാവട്ടെ. ഓക്കെ ശരി, ബൈ ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ മാള് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കാം. ഇനി നമ്മൾ പുറത്തുനിന്നാണ്, ഇനി നമ്മൾ പുറത്തേക്ക് എത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മാളിൽ കയറുമ്പോൾ അങ്ങനെ പെർമിഷനൊക്കെ എടുക്കണം. നമുക്കറിയില്ലല്ലോ ഇങ്ങനെ പെർമിഷൻ വരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളും മനസ്സിലാക്കണം. ആരൊക്കെ വ്ളോഗ് എടുത്ത് വരികയാണെങ്കിലും മാളിലൊക്കെ കയറുമ്പോൾ പെർമിഷൻ എന്ന് പറഞ്ഞ സംഭവം ആദ്യം എടുത്തിട്ട് കയറുക, അത്ര തന്നെ. അപ്പോൾ ഇത് നമ്മളെ കാലിക്കറ്റ് കോഴിക്കോട് ഫോക്കസ് മാളാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇതാണ് നമ്മളെ ഫോക്കസ് മാൾ. വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ വീഡിയോസ് ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു മൂഡൊക്കെ പോയി കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പെർമിഷനൊക്കെ ചോദിച്ചല്ലോ, പിന്നെ മനസ്സിലായില്ല നമ്മളെ സിറ്റുവേഷൻസ്. ഇനിയും കൂടി കളറാവില്ല, ഒരു പഴയ ഒരു ഉന്മേഷം വരില്ല. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇവിടുന്നാണ് വ്ളോഗൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. അപ്പോൾ ബെൽ ബട്ടന് ലൈക്ക് എല്ലാം അടിക്കണം. നമ്മളൊരു പുതിയൊരു വ്ളോഗറാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം.